നമസ്കാരം. പൊതുജനം കഴുതിയല്ല സാർ എന്ന ജനകീയ പരിപാടിയിലേക്ക്, ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടാനും അതിന് പരിഹാരം നിർദ്ദേശിക്കാനുമുള്ള വാർത്താ മണിക്കൂറാണ് പൊതുജനം കഴുതിയല്ല സാർ എന്ന ഈ പരിപാടി എന്ന കാര്യം പ്രേക്ഷകർക്കറിയാം. ഒരു മാധ്യമം എന്ന നിലയിൽ 24-ന് കഴിയുന്നതിന്റെ പരമാവധി വാർത്താ ഇടപെടൽ ഈ വിഷയങ്ങളിൽ ഉണ്ടാകും എന്ന ഉറപ്പോടുകൂടി നമ്മൾ തുടങ്ങുകയാണ്. പ്രേക്ഷകർക്കും ഈ പരിപാടിയിൽ തത്സമയം പ്രതികരിക്കാനുള്ള, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാനുള്ള, നിങ്ങളുടെ പരിസരങ്ങളിൽ വാർത്തകളുണ്ടെങ്കിൽ അത് അറിയിക്കാനുള്ള അവസരം കൂടി ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. അതിനുള്ള നമ്പർ വഴിയേ പറയാം. ആരംഭിക്കുകയാണ് പൊതുജനം കഴുതിയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. നിങ്ങൾക്ക് ഈ പരിപാടിയിലേക്ക് നേരിട്ട് വിളിക്കാം, ജനകീയ പ്രശ്നങ്ങൾ പങ്കുവെക്കാം, ആശങ്കകൾ, പരാതികൾ, നിങ്ങളുടെ ശ്രദ്ധയിലുള്ള വിഷയങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിലേക്ക് വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് ഞങ്ങളെ വിളിച്ച് അറിയിക്കാവുന്നതാണ്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നേരിട്ട് ഈ പരിപാടിയിലേക്ക് വിളിക്കാം. നമ്പർ ഇതാണ്: 048428305010. നിങ്ങളുടെ കൈവശം വാർത്തകളുണ്ടെങ്കിൽ അത് ജനങ്ങൾ അറിയണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു കുറിപ്പ്, ആ വാർത്തയുമായി ബന്ധപ്പെട്ട ദൃശ്യം, അത് നിങ്ങൾക്ക് വാട്സാപ്പിൽ അയക്കാം. അതിനുള്ള നമ്പർ ഇതാണ്: 6235968937. ഇനി വിശദമായ റിപ്പോർട്ടുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. എറണാകുളം അമ്പലമേട് പോലീസ് സ്റ്റേഷനിൽ യുവാക്കളെ പോലീസ് മർദ്ദിച്ചു. മോഷണത്തിന്റെ പേരിൽ പുലർച്ചെ കസ്റ്റഡിയിലെടുത്തവരെയാണ് കുടുംബാംഗങ്ങളുടെ മുന്നിൽ വെച്ച് മർദ്ദിച്ചത്. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഇന്നലെ രാത്രി മദ്യപിക്കാൻ പോയി. എന്റെ പിറന്നാളായിരുന്നു ഇന്നലെ. മദ്യപിച്ച് ഞങ്ങള് ആ സൈഡിൽ നിന്ന് ഞങ്ങൾ കട്ടായി അവിടെ കിടന്നുറങ്ങണം. ഞങ്ങൾ വന്നിട്ട് ഇവര് വിളിച്ചെണീപ്പിച്ചിട്ട് പറഞ്ഞ്, എടാ നിനക്ക് ഇവിടെ വരാൻ പാടില്ല എന്നും പറഞ്ഞ് എന്നെ കൊണ്ടുവന്നു. എനിക്ക് ഇതിനു മുമ്പ് 2 വർഷം മുമ്പ് കേസുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ 2 വർഷമായിട്ട് ഞാൻ കൊച്ചിൻ കോർപ്പറേഷനിൽ വേസ്റ്റ് വാരി ജീവിക്കണേ. അത് നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പൊ ഇന്നലെ എന്റെ പിറന്നാൾ ആവശ്യം വന്നാ ഇവിടെ വന്നതിന്റെ പേരിൽ അവളിനെ ഞങ്ങളെ കൊണ്ടുവന്നിട്ട് ഈ കാണിച്ചതാട്ടാ. ഇവരെന്തിനാ ഇവരെ ഇവിടെ കൊണ്ടുവന്നതെന്ന് നമുക്കറിയാൻ പാടില്ല. ഇവര് തെളിവെടുത്തത് ഇന്നലെ രാത്രി വന്ന് പിടിച്ചിട്ട് പോയത് നമ്മളിവര്. ഈ സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടാണെങ്കിൽ ഒരു റിപ്പോർട്ട് നമുക്ക് ഇതുവരെ തന്നിട്ടില്ല. ഈ 8-12 വരെ രാവിലെ വരെ ഞാൻ ഈ സ്റ്റേഷനിലേക്ക് വിളിക്കണതാ. എന്നാൽ ഇവർ ഇന്ന രീതിയിൽ കസ്റ്റഡി പിടിച്ചിട്ടെന്നുള്ള വിവരം പോലും പോലീസുകാർ നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടില്ല. ഇവരെ കാണാതിരുന്ന സാബിൽ ഞങ്ങൾ ഈ കൂട്ടുകാരന്മാരെ വീട് മൊത്തം അന്വേഷിച്ച് അവസാനമാണ് സ്റ്റേഷനിൽ വന്ന് കയറുന്നത്. ഇവിടെ വന്നിരുന്നിട്ടും ഈ ഗ്യാപ്പിൽ വെച്ച് ആ സാറ് എന്നെ പിടിച്ചിടിച്ച്. ഒരു സാറ് ചെവിട്ടിൽ വന്ന് അനാവശ്യ തെറി പറഞ്ഞിട്ട് പറഞ്ഞു, ഇന്ന് വൈകിട്ട് നിന്നെ കള്ളക്കേസിൽ പിടിച്ച് നിന്നെ അകത്തിട്ടിടിക്കൂടാന്ന് പറഞ്ഞു. യുവാക്കൾ പോലീസ് സ്റ്റേഷനകത്ത് നാശനഷ്ടമുണ്ടാക്കിയെന്നും ലാപ്ടോപ്പ് ഉൾപ്പെടെ അടിച്ചു തകർത്തെന്നും പോലീസ് പറയുന്നു. കസ്റ്റഡിയിലെടുത്തവരിൽ അഖിൽ ഗണേഷ് കാപ്പ കേസ് പ്രതിയാണ്. നാട്ടുകാർക്ക് നിരന്തരം ശല്യമുണ്ടാക്കുന്ന ആളുകളാണ് ഇവരെന്നും പോലീസ്. ഫ്ളാറ്റിൽ 2-3 പേര് കയറി മോഷണം നടക്കുന്നു എന്നറിഞ്ഞ് നാട്ടുകാരുടെ സഹായത്തോടെ മോഷണം മുതലും 3 പേരെയും പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവന്നിരുന്നു. അതിന് നമ്മളൊരു മോഷണ കേസ് എടുത്തിട്ടുണ്ട്. അതിനെ തുടർന്ന് അവര് സ്റ്റേഷനിൽ ലോക്കപ്പിൽ കടന്ന് ലോക്കപ്പിലെ പ്രോപ്പർട്ടികളും സ്റ്റേഷനിലെ പ്രോപ്പർട്ടികളും എല്ലാം അടിച്ച് പൊളിച്ച് തകർക്കുകയും വളരെ ക്രമരഹിതമായി പെരുമാറുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോലീസ് സ്റ്റേഷനിലെ പ്രോപ്പർട്ടികൾ നശിപ്പിച്ച ഒരു കാര്യത്തിന് PDPPയുടെ ഒരു കേസും പബ്ലിക് പ്രോപ്പർട്ടി നശിപ്പിച്ചതിനൊരു കേസ് കൊടുത്തിട്ടുണ്ട്. അവരെ കൊണ്ടുപോകാനായിട്ട് എസ്കോർട്ട് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയും മറ്റും അവർ ആക്രമിക്കുകയും അവരുടെ ബന്ധുക്കളും ഒക്കെ കൂടി ഇവിടെ അവരെ തടസ്സപ്പെടുത്തുകയും ചെയ്തൊരു കാര്യം ഉണ്ടായിട്ടുണ്ട്. പ്രധാനപ്പെട്ട 2 പ്രതികളാണ് അഖിൽ ഗണേഷ് ആൻഡ് അജിത് ഗണേഷ്. അവർ സഹോദരന്മാരാണ്. അവർക്കെതിരെ ഒരാൾക്കെതിരെ ഏതാണ്ട് ഇന്നത്തെ കേസ് ഉൾപ്പെടെ 17ഓളം കേസുകളും മറ്റേ ആൾക്ക് 14 കേസുകളുള്ളതാണ്. ഇതിലെല്ലാത്തരം കേസുകളുണ്ട്. പിടിച്ചപറി കേസുകളുണ്ട്, നാർക്കോട്ടിക് കേസുകളുണ്ട്, JJ ആക്ട് കേസുകളുണ്ട്. എല്ലാത്തരം ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസും നാട്ടുകാർക്കും ഒരു ശല്യമായി തീർന്നിട്ടുണ്ട്. അമൽ സുരേന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. അമൽ, ഈ പിടിയിലായവർ 17ഉം 14ഉം ഒക്കെ കേസുകളുള്ളവരാണ് എന്ന് പോലീസ് വിശദീകരിക്കുന്നു. അതുപോലെ ഈ അവിടെയുള്ള പോലീസ് സ്റ്റേഷനിലെ സാധനങ്ങൾ അടിച്ചു തകർത്തു എന്ന് പോലീസ് പറയുന്നുണ്ട്. എന്താണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതലായി വിശദീകരിക്കുന്നത്? നാടകീയ സംഭവങ്ങളാണ് സ്റ്റേഷന് മുമ്പിൽ ഉണ്ടായത്. കൂടുതൽ വിവരങ്ങൾ എന്താണ്? ഈ വർദ്ധിച്ചതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മനസ്സിലാവുന്നത് എന്താണ് അമൽ സുരേന്ദ്രൻ? റീജിത്ത്, നാടകീയമെന്നല്ല അതിനാടകീയമായ സംഭവങ്ങളാണ് ഇന്ന്
അമ്പലമേട് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാകുന്നത്. നമ്മൾ ഈ വിവരം ആദ്യം അറിഞ്ഞത് 24 ആയിരുന്നു. ആ ഒരു വിവരം ലഭിച്ച ഉടനെ തന്നെ നമ്മൾ അങ്ങോട്ട് പുറപ്പെടുകയായിരുന്നു. നമുക്ക് ലഭിച്ച വിവരം അകാരണമായിട്ട് 3 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ വെച്ചിരിക്കുന്നു, കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിൽ വെച്ചിരിക്കുന്നു. അവരെ കാണാനില്ല എന്ന ആരോപണവും ഉന്നയിച്ചുകൊണ്ട് പോലീസ് അവരെ അനധികൃതമായാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് അവരുടെ കുടുംബം കുഞ്ഞുങ്ങളുമായിട്ട് പോലീസ് സ്റ്റേഷന് മുൻപിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിൽക്കുകയാണ് എന്നൊരു വിവരം ലഭിച്ചതിനെ തുടർന്നാണ് നമ്മൾ സ്റ്റേഷനിലെത്തുന്നത്. ഇതേ തുടർന്ന് നമ്മൾ പോലീസുകാരോട് സംസാരിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ പോലീസുകാരുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിച്ച വിവരം എന്ന് പറഞ്ഞാൽ ഇവർ ക്രിമിനലാണ്, കാപ്പ കേസ് പ്രതികളാണ്. ഇവരുടെ ഭാഗത്തു നിന്ന് ഒരു മോഷണ കേസ് ഉണ്ടായിരുന്നു. കരിമുക്കൽ ഭാഗത്ത് ഉള്ള പൂട്ടിക്കിടന്നിരുന്ന ഫ്ളാറ്റിൽ നിന്ന് ഇവർ മോഷണം നടത്തി. ആ മോഷണം മുതലടക്കം പ്ലംബിംഗ് വസ്തുക്കൾ അടക്കമുള്ളവയാണ് ഇവർ മോഷ്ടിച്ചത്. ഈ മോഷണം മുതൽ തൊണ്ടി മുതൽ കണ്ടെടുത്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് നാട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ് ഇവരെ പിടിച്ചത് എന്നാണ് പോലീസുകാർ പറഞ്ഞത്. ഈ നാട്ടുകാരെന്ന് പറയുമ്പോൾ തന്നെയും മറ്റ് ചില പോലീസുകാർ പറഞ്ഞത് പോലീസിന്റെ തന്നെ ഷാഡോ വിങ് ആണ് ഇവരെ പിടിച്ചത് എന്ന് കൂടിയാണ്. അപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇവരെ അറസ്റ്റ് ചെയ്ത് ഇന്ന് എത്തിച്ചതിന് ശേഷം ഇന്ന് രാവിലെ ഈ പ്രതികളും പോലീസുകാരും തമ്മിൽ സ്റ്റേഷനിൽ വെച്ച് സംഘടനമുണ്ടായി. ഇതിന്റെ ഭാഗമായിട്ട് രണ്ടു ഭാഗത്തും രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതേ തുടർന്ന് സ്റ്റേഷനിൽ ചില നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. സ്റ്റേഷനിലെ ഒരു ലാപ്ടോപ്പ് അടക്കം നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് മുഖാന്തരം ഇന്ന് ACP ബൈറ്റ് നൽകിയപ്പോൾ ACP പറഞ്ഞത്, മാധ്യമങ്ങളോട് പറഞ്ഞത് 30,000 രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായത് എന്നതാണ്. ഏതായാലും കരിമുകൾ 4-ാം സെന്റ് SC/ST കോളനിയിലെ നിവാസികളാണിവർ. ഈ അഖിൽ ഗണേശനും അജിത് ഗണേശനും ആദിത്യയ്ക്കും നിരവധിയായ ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. ഏതായാലും മനുഷ്യത്വരഹിതമായിട്ട് പ്രതികളോട് ഇടപെടുകയാണ് പോലീസ് ചെയ്തതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അതിന്റെ ദൃശ്യങ്ങൾ നമ്മുടെ ക്യാമറയുണ്ട് എന്നറിഞ്ഞതുകൊണ്ട് തന്നെ അവർ ഈ പ്രതികളെ പരസ്യമായി മർദ്ദിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഇന്ന് അമ്പലമേടിൽ ഉണ്ടായത്. റീജിത്ത്. ശരി, അമൽ സുരേന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അമൽ പറഞ്ഞതുപോലെ അതിനാടകീയമായ രംഗങ്ങൾക്കാണ് ഇന്ന് പോലീസ് സ്റ്റേഷന് മുമ്പിൽ എല്ലാവരും സാക്ഷ്യം വഹിച്ചത്. നേരത്തെ പോലീസ് അതിക്രമവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ടയിൽ നിന്നും ഇടുക്കിയിൽ നിന്നുമൊക്കെ സമാനമായ വാർത്തകൾ, പരാതികൾ, ആക്ഷേപങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. ഈ പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾക്ക് എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനുള്ളത് എന്നറിയേണ്ടതുണ്ട്. ജനങ്ങളുടെ പ്രതികരണത്തിലേക്ക്. പോലീസുകാരെപ്പോഴും ജനസേവകരായിരിക്കണം. അവർ ജനത്തെ ഇങ്ങനെ ഉപദ്രവിക്കാൻ പാടില്ല. അവർ ചോദിക്കായിരുന്നു, അല്ലേ, നിങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, ചാടി വന്നിറങ്ങി ലാത്തി ചാർജ് ചെയ്യുന്നതിനേക്കാളും നല്ലതല്ലേ. പോലീസുകാർ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ശിക്ഷിക്കേണ്ടവരെ അല്ലല്ലോ അവർ ശിക്ഷിക്കുന്നത്, നടന്നു പോകുന്നവരെയും. ഇപ്പം തന്നെ ഒരു അടി ഉണ്ടായി കഴിഞ്ഞാൽ അവർ അടിയെല്ലാം കഴിഞ്ഞ് പോയി കഴിയുമ്പോഴാണ് അവർ വന്ന് നടന്നു പോകുന്നവരെ അല്ലെ ബാക്കിയുള്ളവരെ വീട്ടിൽ പോകുന്നവരെ അവരെയൊക്കെ ആയിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്തുവാ പൊതുജനങ്ങളോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടതും, ഇങ്ങനെയാണോ ചെയ്യേണ്ടതും? അത് പിന്നെ നിയമപാലകരല്ലേ. നിയമപാലകരാകുമ്പോൾ അവരുടേതായിട്ടുള്ള ആ ഒരു തത്വം അനുസരിച്ച് വേണ്ടേ പൊതുജനങ്ങളോട് പെരുമാറാനും. സമീപകാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ സമാനതകളില്ലാത്ത തട്ടിപ്പിന്റെ ചുരുളഴിഞ്ഞു വീഴുകയാണ്. പകുതി വിലയ്ക്ക് സ്കൂട്ടർ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ കേസിലെ മുഖ്യപ്രതി അനന്തകൃഷ്ണൻ തട്ടിപ്പ് പണം ഉപയോഗിച്ചത് സ്വന്തം സാമ്പത്തിക അടിത്തറ വികസിപ്പിക്കാനാണ്. മുന്തിരിത്തോട്ടങ്ങളും തെങ്ങിൻ തോപ്പും സഹോദരിമാരുടെയും അമ്മയുടെയും പേരിൽ ഭൂമിയുമൊക്കെ വാങ്ങിക്കൂട്ടി സുരക്ഷിതമായി മുന്നോട്ടു പോകുമ്പോഴാണ് അനന്തകൃഷ്ണൻ ജയിലിലാവുന്നത്. പ്രതിക്ക് ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട് എന്നാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. CSR ഫണ്ട് തട്ടിപ്പിലൂടെ കോടികൾ സ്വന്തമാക്കിയ അനന്തകൃഷ്ണൻ പ്രദേശത്ത് തന്നെ വാങ്ങിയ 1 ഏക്കറിലധികമുള്ള റബ്ബർ തോട്ടമാണിത്. ഇത്തരത്തിൽ നിരവധി ഭൂമികളാണ് ഈ പ്രദേശത്ത് സ്വന്തം പേരിലും ബന്ധുക്കളുടെ പേരിലുമായി അനന്തകൃഷ്ണൻ വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്. സാധാരണക്കാർക്ക് മോഹന വാഗ്ദാനം നൽകി 1000 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ മുഖ്യപ്രതി അനന്തകൃഷ്ണൻ തട്ടിപ്പിലൂടെ സമ്പാദിച്ച പണം ഉപയോഗിച്ച് കോടിക്കണക്കിന് രൂപയുടെ ഭൂമിയും വാഹനങ്ങളും കെട്ടിടങ്ങളുമാണ് വാങ്ങിക്കൂട്ടിയത്. 19 അക്കൗണ്ടുകളിലൂടെയാണ് പ്രതി തട്ടിപ്പ് നടത്തിയത്. ഈ അക്കൗണ്ടുകളെല്ലാം പോലീസ് മരവിപ്പിച്ചിട്ടുണ്ട്. സ്വന്തം വീടിനടുത്ത് വാങ്ങിയ ഈ റബ്ബർ തോട്ടവും സഹോദരിയുടെ വീടിനടുത്ത് വാങ്ങിയ സ്ഥലങ്ങൾക്കുമെല്ലാം മോഹവിലയാണ് നൽകിയത്. അഡ്വാൻസായി മുഴുവൻ പണവും നൽകി 2 ഭൂമി വാങ്ങിയെങ്കിലും അതിന്റെ രജിസ്ട്രേഷൻ നടക്കുന്നതിന് മുൻപ് പ്രതി അഴിക്കുള്ളിലായി. മുൻപ് തട്ടിപ്പ് കേസിൽ ജയിലിൽ പോയിട്ടുള്ള അനന്തകൃഷ്ണനെ കുറിച്ച് നാട്ടുകാർക്കും നല്ലതല്ല പറയാനുള്ളത്. അത് ഇതുപോലെ മനുഷ്യനോ അങ്ങനെയുണ്ടോ പല പരിപാടികളാണ്. 2018, 19 അങ്ങോട്ടാന്ന് തോന്നുന്നു ഒന്ന് പോയത്. അതിന് മുമ്പ് വേറെ പോയിട്ടുണ്ട്. പലർക്കും പൈസ കൊടുക്കാണ്ടെന്നറിയാം.
എങ്കിലും ഇവിടെ ഒത്തിരി പേര് പെട്ടുപോയിട്ടുണ്ട്. കേരളത്തിൽ വാങ്ങിയ ഭൂമിക്ക് പുറമെ കർണാടകത്തിൽ മുന്തിരിത്തോട്ടവും പാലക്കാട് ജില്ലയിൽ തെങ്ങിൻ തോപ്പും പ്രതി വാങ്ങിയതും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രതിയെ കസ്റ്റഡിയിൽ ലഭിക്കാൻ കോടതിയിൽ സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിൽ തട്ടിപ്പിലൂടെ സമ്പാദിച്ച പണം വിവിധ സാമ്പത്തിക സ്ഥാപനങ്ങളിൽ പ്രതി നിക്ഷേപിച്ചിട്ടുണ്ട് എന്നും പോലീസ് പറയുന്നു. പ്രതിക്ക് ഉന്നത രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധമുണ്ട് എന്നും ജാമ്യം ലഭിച്ചാൽ കേസ് അന്വേഷണം തന്നെ അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും പോലീസ് പറഞ്ഞു. ജയിലിനകത്തുള്ള പ്രതിയെ ജയിലിന് പുറത്തുനിന്ന് വലിയ രീതിയിൽ സഹായിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ നേതാക്കൾ ആരൊക്കെയാണ് എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. 5 ദിവസത്തെ കസ്റ്റഡി കാലയളവിൽ പ്രതിയെ പരമാവധി ചോദ്യം ചെയ്ത് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനാണ് പോലീസിന്റെയും തീരുമാനം. പ്രതിയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉണ്ടാകും എന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. തട്ടിപ്പിലൂടെ പ്രതി സമ്പാദിച്ച പണം രാഷ്ട്രീയ നേതാക്കൾക്കുൾപ്പെടെ ലഭ്യമായിട്ടുണ്ടെന്ന സൂചനയും പുറത്തുവരുന്നുണ്ട്. തങ്ങൾക്ക് ആർക്കും പ്രതിയുമായി ബന്ധമില്ല എന്ന് വിവിധ രാഷ്ട്രീയ നേതാക്കൾ പറയുമ്പോഴും അനന്തകൃഷ്ണനിൽ നിന്ന് രാഷ്ട്രീയ നേതാക്കൾ പണം വാങ്ങിയതിന്റെ തെളിവുകളും ഒരുപക്ഷെ പുറത്തു വന്നേക്കാം. അനന്തകൃഷ്ണൻ കേസിൽ പ്രതിയായതോടെ അമ്മ ഉൾപ്പെടെ വീട് പൂട്ടി സ്ഥലം വിട്ടു. നിലവിൽ സംസ്ഥാന വ്യാപകമായി 100-ലധികം പരാതികളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ പരാതിക്കാർ എത്തുന്ന സാഹചര്യത്തിൽ തട്ടിപ്പുകൾ ഒറ്റ കേസായി പരിഗണിച്ച് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്ന കാര്യവും പോലീസ് പരിഗണിക്കുന്നുണ്ട്. എറണാകുളം ജില്ലയിൽ മാത്രം 2000-ലധികം ആളുകളാണ് പരാതി നൽകാനായി കാത്തിരിക്കുന്നത്. പൊതുജനം കഴുതയല്ല സാർ. നിരവധി പേരാണ് തട്ടിപ്പിനിരയായിരിക്കുന്നത്. നിരവധി പേർക്കാണ് പണം നഷ്ടമായിരിക്കുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ തട്ടിപ്പിനിരയായവർക്ക് പറയാനുള്ളത് എന്ന് കേൾക്കാം. ഇന്നും പോലീസ് സ്റ്റേഷനുകളിലേക്ക് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള പരാതി പ്രവാഹമായിരുന്നു. ജനങ്ങളുടെ പ്രതികരണത്തിലേക്ക്. സാധാരണക്കാരനെ പെടുത്തണല്ലേ ഇതിനകത്ത് ഓരോ കാര്യങ്ങൾ സ്പോൺസർ ചെയ്തിട്ട് അതിൽ വീഴാതെ പരമാവധി ശ്രമിക്കുക. ഇനിയുള്ള കാര്യങ്ങളിലൊക്കെ നടപടി ഇതൊക്കെ എല്ലാവർക്കും കൈയുണ്ടാവും. അല്ലെങ്കിൽ ഇതൊക്കെ തുടക്കത്തിൽ തന്നെ പിടിക്കാവുന്ന കേസല്ലേ. കുറച്ച് പേർക്ക് ഇത് കൊടുത്ത് അവരെ സൂചിപ്പിച്ചാലല്ല, പിന്നെ ബാക്കിയുള്ള ആൾക്കാർക്ക് കിട്ടാണ്ട് വന്നപ്പോഴാണ് പ്രശ്നം വന്നത്. നമ്മളത് വളരെ ശ്രദ്ധിച്ചത് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു തട്ടിപ്പാണിത്. പൊതുജനങ്ങൾ കൂടുതൽ അതിൽ ശ്രദ്ധിക്കണം. പൊതുജനങ്ങൾക്ക് കൂടുതൽ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പേപ്പറിൽ കൂടി നമുക്ക് അറിയാൻ സാധിക്കണം, കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം നമുക്കൊക്കെ കുറച്ച് മൊബൈലൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ആ മൊബൈൽ വഴി കുറച്ച് അവെയർ ആവും. അല്ലാത്ത സാധാരണ ജനങ്ങൾക്കാണെങ്കിൽ പത്രങ്ങൾ കൂടെയൊക്കെ കുറച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആൾക്കാർ ഒന്നുകൂടി ബോധോടെ കഴിഞ്ഞാൽ സ്കാമിലൊന്നും കൂടെ രക്ഷപ്പെടാം. ഒന്നിനും വീണ് പോയില്ലെങ്കിൽ അവർക്ക് നല്ലത് അല്ലേ. അവർ ഒന്നുകൂടി കെയറായി നിന്നാൽ ഓക്കെ സെറ്റ്. പലരും പല വാഗ്ദാനങ്ങളെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വരും. അപ്പൊ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മളത് രക്ഷപ്പെടാൻ ശ്രമിക്കണം. CSR അടച്ച ഒരാളാണ് ഞാൻ. 63,000 രൂപ ഞാൻ അടച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് അടയ്ക്കാൻ കാരണം തന്നെ നമ്മുടെ പ്രമുഖരായ വ്യക്തികൾ വന്ന് ഇനാഗുറേഷൻ നടത്തി വണ്ടി വിതരണം നടത്തുന്നുണ്ടായി. ഇപ്പം നിസ്സാര നാൾ കൊണ്ടല്ല, ഇത് വർഷങ്ങളായിട്ട് തുടങ്ങിയിട്ട് 2-3 വർഷത്തോളമായി തുടങ്ങിയിട്ട്. ഞാൻ ഫണ്ട് അടിച്ചിട്ട് ഇപ്പോൾ 1 വർഷത്തോളം ആവാറായിട്ടുണ്ട്. ഈ CSR ഫണ്ട് വെച്ചിട്ട് ഇത്രയും വനിതകൾക്ക് എൻ്റെ ഇപ്പോൾ കൊടുത്തേക്കണ 1000 ചില്ലാനം വനിതകളുണ്ട് ഈ പറവൂർ മാത്രം. അപ്പോൾ ഇത്രയും വനിതകൾക്ക് CSR ഫണ്ട് വെച്ചിട്ട് വണ്ടി വിതരണം നടത്താൻ കഴിയൂല്ലെന്നൊന്നും നമ്മുടെ സർക്കാരോ നമ്മുടെ വിജിലൻസോ ഒന്നും അന്വേഷിച്ചിട്ടില്ല. അവരുടെ മുന്നിൽ കൂടി അവരെ മുൻനിർത്തിക്കൊണ്ട് ഇങ്ങനൊരു തട്ടിപ്പ് നടത്തിയപ്പോൾ ഇതിനകത്ത് എല്ലാവർക്കും ഒരുപോലെ ഉത്തരവാദിത്വമുണ്ട്. സമൂഹത്തിലെ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ രാഷ്ട്രീയ നേതാക്കളുടെ ഒക്കെ പേരും ചിത്രവും ഒക്കെ ഈ തട്ടിപ്പിന് അനന്തകൃഷ്ണൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. എന്തായാലും ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉയർന്നുവരും. വളരെ വിപുലമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ കോഴിക്കോട് നിന്ന് പുറത്തു വരുന്നത്. കോഴിക്കോട് ചെക്യാടിന് സമീപം ബോംബുകളും ആയുധങ്ങളും കണ്ടെത്തി എന്നുള്ളതാണ്. കലുങ്കിനടിയിൽ സൂക്ഷിച്ച നിലയിൽ 14 സ്റ്റീൽ ബോംബുകൾ, 2 പൈപ്പ് ബോംബുകൾ, 2 വടിവാളുകൾ എന്നിവയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. മേഖലയിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. അവിടെ പരിശോധന തുടരുകയാണ്. മിഥില ബാലൻ അല്പസമയത്തിനകം വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും. കോഴിക്കോട് ചെക്യാടിന് സമീപമാണ് ബോംബുകളും ആയുധങ്ങളും കണ്ടെത്തിയിരിക്കുന്നത്. കലുങ്കിനടിയിൽ സൂക്ഷിച്ച നിലയിലാണ് ഇവ കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ തന്നെ 14 സ്റ്റീൽ ബോംബുകളുണ്ട്, 2 പൈപ്പ് ബോംബുകൾ, 2 വടിവാളുകൾ എന്നിവയാണ് കണ്ടെത്തിയിരിക്കുന്നത്. മിഥില ബാലൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മിഥില, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? പോലീസ് സംശയിക്കുന്നത് എന്താണ്? പ്രദേശവാസികളൊക്കെ പറയുന്നത് എന്താണ് മിഥില? റിജിത്ത്, വൈകുന്നേരം 5 മണിക്കാണ് രഹസ്യവിവരത്തെ തുടർന്ന് പോലീസും ബോംബ് സ്ക്വാഡും ഈ മേഖലയിൽ പരിശോധന നടത്തിയത്. ആ പരിശോധനയിലാണ് ഇത്തരത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിട്ടുള്ളത്. വളയം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചെക്യാട് കായലോട്ട് താഴെ പാറച്ചാലിൽ മുക്കിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. കലുങ്കിനടിയിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു ഇതുണ്ടായിരുന്നത്. 14 സ്റ്റീൽ ബോംബുകൾ, 2 പൈപ്പ് ബോംബ്, 2 വടിവാളുകൾ എന്നിവയാണ്. ഇപ്പോഴും ഈ ഒരു പ്രദേശത്ത് പോലീസിന്റെ പരിശോധന തുടരുകയാണ്. ഇത് എങ്ങനെ ഇവിടെ എത്തി, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ വരും മണിക്കൂറുകളിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. രഹസ്യവിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരമൊരു
സ്ഫോടക ശേഖരം അവിടെ ഉണ്ട് എന്ന ഒരു രഹസ്യ പോലീസിന് ലഭിച്ചു. അത് പ്രകാരമാണ് ഇത്തരം ഒരു പരിശോധന നടത്തുകയും ഇവയെല്ലാം കണ്ടെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ മേഖലയിൽ ഇപ്പോഴും പോലീസിന്റെ നേതൃത്വത്തിലുള്ള പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. റീജിത്ത്. ശരി, മിഥില ബാലൻ കോഴിക്കോട്ട് എന്ന വിവരങ്ങൾ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടിയിലേക്ക് വീണ്ടും ഇടവേള കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ കമന്റ് ബോക്സിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ വിവിധ വാർത്തകളുമായി ബന്ധപ്പെട്ടൊക്കെ പ്രേക്ഷകർ അഭിപ്രായങ്ങൾ അറിയിക്കുന്നുണ്ട്. അതിൽ തന്നെ ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അനന്തകൃഷ്ണന്റെ മാത്രമല്ല അനന്തകൃഷ്ണന് സഹായം നൽകിയവരുടെ പങ്ക് കൂടി വളരെ വിശദമായി പുറത്തു വരേണ്ടതുണ്ട്, വ്യക്തമാവേണ്ടതുണ്ട്. അതിൽ ആരൊക്കെയാണുള്ളത് എന്നുള്ള കാര്യം അറിയണം എന്ന് ഒരുപാട് പ്രേക്ഷകർ അഭിപ്രായമായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. സമീപകാലത്തെ ഒരു വലിയ തട്ടിപ്പാണ്. ഇപ്പോൾ തന്നെ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ നമ്മളെ ഞെട്ടിക്കുന്നതാണ്. അതിൽ ആരൊക്കെ അനന്തകൃഷ്ണന് സഹായം നൽകി എന്നത് സംബന്ധിച്ചൊക്കെ വരും ദിവസങ്ങളിൽ ഒരു വ്യക്തത വരും. അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി എന്നാണ് നമ്മൾ കരുതുന്നത്. ദിലീപ് PC എന്ന് പറയുന്ന പ്രേക്ഷകൻ ചൂണ്ടിക്കാട്ടുന്നത് അട്ടപ്പാടി കോട്ടത്തറയിൽ നിന്ന് നിലവിൽ ബസ് സർവീസ് ഇല്ലാത്ത താഴെ ബൂതിയാർ വരെ KSRTCയുടെ ഗ്രാമവണ്ടി സർവീസ് ആരംഭിക്കാനുള്ള നടപടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ളൊരു നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അങ്ങനെ വിവിധ വാർത്തകളുമായി ബന്ധപ്പെട്ടുള്ള കമൻറ്റുകൾ കാണാൻ കഴിയുന്നുണ്ട്. സമയത്തിനനുസരിച്ച് അത് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് വായിക്കുകയും ചെയ്യാം. ഇപ്പോൾ കോഴിക്കോട്ടേക്ക് പോവുകയാണ്. അവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വൃക്ക രോഗികളുടെ പ്രതിഷേധം. ഡയാലിസിസിന് ആവശ്യമായ ഫ്ലൂയിഡും അനുബന്ധ സാമഗ്രികളും ലഭിക്കുന്നില്ല എന്നാണ് പരാതി. ഭീമമായ വില നൽകി സ്വകാര്യ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് മരുന്ന് വാങ്ങാൻ നിർബന്ധിതരാവുകയാണ് രോഗികൾ. ദുരിതം ചൂണ്ടിക്കാട്ടിയവർ ആരോഗ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയിരിക്കുകയാണ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി രോഗികൾ ഡയാലിസിസിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്താറുണ്ട്. ഡയാലിസിസിന് ആവശ്യമായ ഫ്ലൂയിഡ് ഉൾപ്പെടെ സ്റ്റോക്കില്ല എന്നാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവർക്ക് ലഭിക്കുന്ന മറുപടി. ആഴ്ചയിൽ 3 തവണ ഡയാലിസിസ് ആവശ്യമായ വൃക്ക രോഗികളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നത്. ദിനംപ്രതി എത്തുന്നത് 80ഓളം രോഗികൾ. ഫ്ലൂയിഡ് ഇല്ലെന്നും പുറമെ നിന്ന് വാങ്ങണമെന്നുമാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് ഇവർക്ക് ഇപ്പോൾ ലഭിക്കുന്ന മറുപടി. ഡയലൈസർ ഉൾപ്പെടെയുള്ള സാമഗ്രികളും സ്റ്റോക്കില്ല. നമ്മളിപ്പോൾ ഇവിടേക്ക് എത്തുന്നത് എന്താ വെച്ചാൽ ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ട്, മെഡിസിനോ മരുന്നുകളോ ഒന്നും വാങ്ങണ്ട, ഡോക്ടേഴ്സിനെ കാണാമല്ലോ എന്നുള്ള രീതിയിലാണ് നമ്മളൊക്കെ ദൂരത്തുനിന്ന് ഇവിടെ വന്ന് ഡയാലിസിസ് ചെയ്തത്. 900 രൂപയാണ് ആരോഗ്യ ഇൻഷുറൻസിൽ നമ്മൾ ബില്ലടിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ പുറമെ ഇപ്പോൾ ഒരു മാസമായിട്ട് ഇപ്പോൾ ഈ സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുക. ഇവിടെ ഒന്നുമില്ല. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വാങ്ങേണ്ടി വരും എന്നുള്ള ഓർഡറാണ് ഇപ്പോൾ തന്നിട്ടുള്ളത്. കാരുണ്യ മെഡിസെപ്പ് പദ്ധതികളിൽ ഉൾപ്പെട്ടവരാണ് ഭൂരിഭാഗം പേരും. അതിനാൽ ഡയാലിസിസിന് ആവശ്യമായ സൗകര്യങ്ങൾ മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിച്ചിരുന്നു. മരുന്നുകൾക്ക് സ്വകാര്യ മെഡിക്കൽ ഷോപ്പുകളെ ആശ്രയിക്കേണ്ടി വന്നതോടെ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുകയാണ് രോഗികൾ. ബുദ്ധിമുട്ട് മരുന്ന് വാങ്ങാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വഴി കുറേ ദിവസമായി മരുന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ. അവശ്യമരുന്നുകളുടെ ദൗർലഭ്യം മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനത്തെ ദുരിതത്തിലാക്കുന്നുണ്ട്. സർജിക്കൽ ഉപകരണങ്ങളില്ലാത്തത് ശസ്ത്രക്രിയകളെയും താളം തെറ്റിക്കുകയാണ്. മെഡിക്കൽ കോളേജിലേക്കുള്ള മരുന്ന് വിതരണം കോടികളുടെ കുടിശ്ശിക കാരണം വിതരണക്കാർ നിർത്തിയതാണ് പ്രതിസന്ധിക്ക് കാരണം. മരുന്നുക്ഷാമം ഉടനടി പരിഹരിച്ചില്ലെങ്കിൽ പ്രതിസന്ധിയിലാകുന്നത് ഇതുപോലെയുള്ള പാവപ്പെട്ട രോഗികളാണ്. മുനീഫ് തിരൂരിനൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. അവശ്യമരുന്നുകളുടെ ദൗർലഭ്യം മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനത്തെ തന്നെ കാര്യമായി ബാധിക്കുന്നുണ്ട്. വലിയ തുക കൊടുത്ത് മരുന്ന് വാങ്ങാൻ സാധിക്കാതെ വലയുന്ന രോഗികളും ദുരിതത്തിലാണ്. ചില പ്രതികരണങ്ങൾ കാണാം. സാധനങ്ങളൊന്നും കിട്ടും. ഇന്നലെ ഇപ്പോൾ നമ്മൾ ഇൻഷുറൻസിന് വാങ്ങാൻ പോയപ്പോൾ അത് കിട്ടാതെ കഴിഞ്ഞപ്പോൾ പുറത്തുനിന്ന് പോയിട്ട് 1500 രൂപയാണ് മൊത്തം സാധനം വാങ്ങാൻ. അപ്പോൾ നമുക്കിതിപ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾ മൊത്തത്തിൽ. അച്ഛനെ ഇവിടെ ഡയാലിസിസ് ചെയ്യുന്നതാണ്. ഞാൻ 3 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 ദിവസം അച്ഛനെ കൊണ്ടുവരുമ്പോൾ ബാക്കിയുള്ള 2-3 ദിവസം എനിക്ക് പണിക്ക് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഞങ്ങളിപ്പോൾ പൈസക്കാരുടെ പ്രൈവറ്റ് ആശ്രയിക്കൂലേ, ഇതൊരു ദിവസം തന്ന് ഇത് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് മൊത്തം വാങ്ങിക്കുക. പിന്നെ ഇന്ന് തന്ന ബില്ലാണിത്, ഇതും കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട്. ഇതിപ്പോൾ ഇങ്ങനെ ഓരോ ദിവസം ഓരോന്ന് കഴിഞ്ഞ് തുടങ്ങി ഞങ്ങൾ എന്ത് ചെയ്യാനാ? 1000 രൂപേൻ്റെ അടുത്ത് 800 രൂപേൻ്റെ അടുത്തൊക്കെ മരുന്ന് ആകുന്നുണ്ട്. ഇതൊക്കെ ആദ്യം സൗജന്യമായിട്ടും കിട്ടിയതാണ്. ഇപ്പോൾ 2 മാസത്തിനടുത്തായി ഇങ്ങനെ സംഭവിക്കുന്നു. ഞങ്ങൾക്ക് ഓട്ടോ കൂലി വേണം, ഓട്ടോയ്ക്ക് 800 രൂപ വേണം. പിന്നെ മരുന്നിന് ഈ പൈസ വേണമെന്ന് പറയുമ്പം ഒരു മാസമായിട്ട് ഞങ്ങളിതെങ്ങനെ കഷ്ടപ്പെട്ട് വാങ്ങിക്കൊടുക്കുന്നേ. എൻ്റെ ഭർത്താവിനാണ് സൂക്കേട്. ഞങ്ങൾ രണ്ടാളും കൂടിയാണ് വരുന്നത്. തീരെ പൈസ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ വണ്ടിയൊക്കെ വിളിച്ച് വരണം. ഇപ്പോൾ നമുക്ക് ഡയാലിസിന് ഉച്ചയ്ക്ക് കയറണം. ഇപ്പം മരുന്ന് ഞങ്ങൾ വാങ്ങിക്കൊടുത്തിട്ട് ഇപ്പോൾ ഡയാലിസിന് കയറാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ നമുക്ക് ആഴ്ച 3 ഡയാലിസിന് ഇങ്ങനെ മരുന്ന് വാങ്ങിക്കൊടുക്കാൻ പറ്റുമല്ലോ. നമ്മൾ സാധാരണക്കാരല്ലേ. ആദ്യമൊക്കെ ആരെങ്കിലുമൊക്കെ സഹായം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആരും സഹായങ്ങളോ അതും ഇല്ല.
വേറൊരു ഒരു ജോലിക്ക് പോകാൻ കഴിയില്ല കൂടെ നിൽക്കുന്നവർക്ക്. കാരണം ഒന്നരാടൻ ഇതിന് വരണം. ഒരു ജോലിക്ക് പോവുകയാണെങ്കിൽ ദിവസം ചെല്ലണം, അല്ലാണ്ട് ജോലി എടുക്കാൻ പറ്റില്ല. അതൊക്കെ ബുദ്ധിമുട്ടാണ്. ഒരു രോഗീനെ നോക്കാലും ജോലിയും കൂടി നടക്കുന്നില്ല, പൈസയില്ല, വരുമാനവും ഇല്ല. എഴുന്നേക്കെന്ന് പേരാണ്. അവിടെ നിന്ന് ഇവിടെ വന്ന് ഇവിടെ അടുത്തുമ്പോൾ 500 ആഴ്ചയിൽ 1500 രൂപ വേണം. പിന്നെ വേറെ വഴിയൊന്നുമില്ല. മകനുള്ളതും പോയി, മകളിങ്ങനെ ആയിപ്പോയി. പിന്നെ അങ്ങനെ എൻ്റെ ജീവിതം. ഞങ്ങളെന്താ ചെയ്യുക? എല്ലാ മരുന്നും അങ്ങ് വാങ്ങിക്കൊടുക്കണം, ഒരു കഴിവുമില്ല. പുറത്ത് ഷോപ്പിലൊക്കെ വില ജാസ്തിയാണ്. ഇത് 220 വേണ്ട സാധനം 250 260 ഒക്കെയാണ് വാങ്ങുന്നത് ഷോപ്പിൽ. പിന്നെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിൽ നിന്ന് പൈസ എടുക്കുന്നുണ്ട്. പോരാത്തതാണ് ഞങ്ങളുടെ അടുത്ത് ഇത് വാങ്ങിക്കുന്നത്. പൊതുജനം കഴുതയല്ല സാർ. ആരോഗ്യവകുപ്പിന്റെ ശ്രദ്ധയിലേക്ക് ഒരിക്കൽ കൂടി ഈ വിഷയം ഞങ്ങൾ വെക്കുകയാണ്. ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിലടക്കം ഈ വിഷയം വന്നു കഴിഞ്ഞിട്ടുണ്ട്. ആരോഗ്യമന്ത്രിയെ സമീപിച്ചിട്ടുണ്ട്. ഈ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു ഇടപെടൽ ഉണ്ടാകും, അനുകൂലമായ ഒരു ഇടപെടൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. AI ബന്ധപ്പെട്ട പ്രതികരണത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നു CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. AI സംവിധാനത്തിന് ബദൽ വേണം. സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അതിനുള്ള ഗവേഷണം നടക്കണം. ചൈന അവരുടെ രീതിയിൽ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തുടങ്ങി. AI സോഷ്യലിസത്തിന്റെ പാത എന്ന് താൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നും MV ഗോവിന്ദൻ പറയുന്നു. നിലവിലെ AI സംവിധാനം 60% തൊഴിൽ നഷ്ടം ഉണ്ടാകാൻ കാരണമാകുമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നു. ഇനി പാലക്കാട്ടേക്കാണ്. പാലക്കാട് പട്ടാമ്പി വല്ലപ്പുഴയിൽ സ്ക്രാപ്പ് യൂണിറ്റിന്റെ മാലിന്യ ശേഖരത്തിന് തീപിടിച്ചു. സമീപത്തെ കുറ്റിക്കാടുകളിലേക്ക് തീ പടർന്നു. പ്രദേശത്ത് ശക്തമായ കാറ്റുള്ളതിനാൽ സമീപത്തെ കുറ്റിക്കാടുകളിലേക്ക് തീ ഇപ്പോഴും പടരുകയാണ്. വിവരങ്ങളുമായി നിഖിൽ പ്രമേഷ് പാലക്കാട്ട് നിന്ന് ചേരുന്നുണ്ട്. നിഖിൽ, അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. വലിയ തീപിടുത്തമാണോ? അണയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള തരത്തിലുള്ള തീപിടുത്തമാണോ നിഖിൽ? ഇത് നീണ്ടു നിന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യവുമാണ്. പട്ടാമ്പിയിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റ്, ഷൊർണൂരിൽ നിന്നുള്ള 2 യൂണിറ്റുകൾ എന്നിവർ സംഭവ സ്ഥലത്തെത്തിയാണ് ഈ തീ അണയ്ക്കാൻ ആരംഭിച്ചത്. അരമണിക്കൂറായെങ്കിലും ഈ തീ, അതായത് അരമണിക്കൂറിലധികം ഇവർ തുടർച്ചയായി ഈ സംഘം ശ്രമിച്ചിട്ടും തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അത് നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. പ്രദേശത്ത് ഈ ശക്തമായ കാറ്റുള്ളതിനാൽ സമീപത്തെ കുറ്റിക്കാടുകളിലേക്ക് ഈ തീ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സംഭവ സ്ഥലത്ത് ഇവിടെ ആളുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതുകൊണ്ട് ആർക്കും പരിക്കില്ല എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യവുമാണ്. ശരി, മാലിന്യശേഖരത്തിനാണ് പട്ടാമ്പിയിൽ വല്ലപ്പുഴയിൽ തീ പിടിച്ചിരിക്കുന്നത്. തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിഖിൽ പ്രമേഷ് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി നെടുമ്പാല എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നതിനെതിരെ തൊഴിലാളികൾ. തൊഴിൽ നഷ്ടപ്പെടുമെന്നും കുടുംബത്തോടെ മറ്റ് എസ്റ്റേറ്റുകളിലേക്ക് പോകാൻ കഴിയില്ല എന്നും തൊഴിലാളികൾ പറയുന്നു. ആശങ്ക പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളികളും ട്രേഡ് യൂണിയനുകളും പ്രതിഷേധം സംഘടിപ്പിച്ചു. തൊഴിൽ, മറ്റ് ജീവിത സാഹചര്യങ്ങൾ എന്നിവയിൽ വലിയ ആശങ്കയാണ് തൊഴിലാളികൾക്ക്. ഈ ആശങ്ക പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് തൊഴിലാളികളുടെ പ്രതിഷേധം. ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ടൗൺഷിപ്പ് നിർമ്മാണത്തിന് നെടുമ്പാല എസ്റ്റേറ്റിലെ 55 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കുന്നത്. 111 സ്ഥിരം തൊഴിലാളികളും ഒരു താൽക്കാലിക തൊഴിലാളിയും 45 അതിഥി തൊഴിലാളികളും ഉൾപ്പെടെ 157 പേരാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. സ്ഥലം ഏറ്റെടുക്കുന്നതോടെ ജോലിയും ജീവിത സാഹചര്യങ്ങളും ഇല്ലാതാകും എന്ന ആശങ്കയിലാണ് ഇവർ. ഈ എസ്റ്റേറ്റിൽ നിന്ന് ഞങ്ങൾക്ക് എവിടെയും പോകാൻ പറ്റില്ല. ഒരു 4 സെന്റ് ഭൂമിയാണെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ വാങ്ങിയിട്ട് ഇവിടെ തന്നെ താമസിക്കണം എന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹം. ഇനി ഈ പ്രായത്തിൽ ഞങ്ങൾ മറ്റൊരു എസ്റ്റേറ്റിലേക്ക് പണിയെടുക്കാൻ ഞങ്ങൾക്ക് ആവതില്ല. ഞങ്ങൾക്കുള്ള ജോലിക്കുള്ള ഒരു ഇത് നിലനിർത്തിയിട്ട് വേണം കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നം ആർക്കുമില്ല. ഞങ്ങളുടെ ഈ 112 ആൾക്കും ഇവിടെ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കിയിട്ട് വേണം മറ്റൊരാൾക്ക് കൊടുക്കാൻ. വിഷയത്തിൽ തൊഴിലാളി യൂണിയനുകളും പ്രതിഷേധത്തിലാണ്. ഇവിടെ തേയിലയുള്ളത് കേവലം 116 ഹെക്ടർ മാത്രമാണ്. അങ്ങനെ വരുന്ന സമയത്ത് പകുതിയിലധികം വരുന്ന തൊഴിലാളികൾക്കും തൊഴിൽ നഷ്ടപ്പെടുകയാണ്. ഇവരുടെ ആശങ്ക, ഒന്നുകിൽ മാനേജ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് ഈ തൊഴിലാളികളെ മറ്റ് ഡിവിഷനുകളിലേക്ക് അവരുടെ ചെക്ക് റോൾ മാറ്റിക്കൊണ്ട് ജോലിക്ക് പോകേണ്ടി വരും. അവർ പോകാൻ നിർബന്ധിതരാകാത്ത പക്ഷം അവർക്ക് റിട്രേഞ്ച്മെൻറ്റ് നൽകേണ്ടതാണ്. ഈ സ്ഥാപനം ഏറ്റെടുക്കുന്നതോടുകൂടെ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം സർക്കാരിനാണ്. അപ്പോൾ സർക്കാർ അതിൻ്റെ റിട്രേഞ്ച്മെൻറ്റ് ആനുകൂല്യങ്ങൾ തൊഴിലാളികൾക്ക് കൊടുക്കണമെന്നാണ് മാനേജ്മെൻറ്റ് നിലപാട്. കൽപ്പറ്റയിലെയും നെടുമ്പാലയിലെയും എസ്റ്റേറ്റുകൾ ദുരന്ത നിവാരണ നിയമപ്രകാരം ഏറ്റെടുക്കാനും 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം നഷ്ടപരിഹാരം നൽകാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. സ്ഥലം ഏറ്റെടുക്കുന്നതോടെ തങ്ങൾ അനാഥരാകുമോ എന്ന ആശങ്കയാണ് തൊഴിലാളികൾക്ക്. തൊഴിലാളികളുടെ ആവശ്യങ്ങൾ ന്യായമാണ്. ഇവരുടെ ആശങ്ക പരിഹരിക്കാൻ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണം. നെടുമ്പാല എസ്റ്റേറ്റിൽ നിന്ന് വൈശാഖിനൊപ്പം സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. പുനരധിവാസത്തിന് നെടുമ്പാല എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നതിൽ വലിയ ആശങ്കയാണ് പ്രദേശവാസികൾ, തൊഴിലാളികൾ പങ്കുവെക്കുന്നത്. അവർക്ക് പറയാനുള്ളത് കേൾക്കാം.
48 ആൾക്കാരെ ഈ ഡിവിഷന് വേറെ ഡിവിഷനിലേക്ക് പണി ചെയ്യാൻ വേണ്ടി ഇവിടുന്ന് കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. അതായത് ഇവിടുന്ന് സർവീസ് കള്ളാസ് മാറ്റി വേറെ ഡിവിഷനിൽ വർക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. ഒരു കാരണവശാലും ഞങ്ങൾ ഈ നെടുമാല ഡിവിഷൻ വിട്ട് ഒരു ഡിവിഷനിലേക്ക് ഞങ്ങൾ പണിയെടുക്കാൻ തയ്യാറല്ല. എത്ര കാലം റിട്ടയർഡ് ആവണ കാലം വരെ ഞങ്ങൾക്ക് ഈ നെടുമ്പാല എസ്റ്റേറ്റിൽ തന്നെ ഞങ്ങൾക്ക് പണി തരണം. കുറേ ഭൂമികൾ തോട്ടങ്ങൾ ലീസിന് കൊടുത്തിരിക്കുക, തൊഴിലാളികൾ ഇല്ലാത്തതുണ്ട്. അപ്പോൾ അത് ഉൾപ്പെടെ ഏറ്റെടുത്തുകൊണ്ട് മുഴുവൻ തൊഴിലാളികൾക്കും ഇവിടെ തന്നെ ജോലി ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവണം. ഇവിടെ നിന്ന് മറ്റൊരു ഡിവിഷനിലേക്ക് തൊഴിലാളികളെ മാറ്റിക്കൊണ്ടുപോകുന്നത് പ്രായോഗികമായ ബുദ്ധിമുട്ടാണ്. ഏകദേശം തൊഴിലാളികളൊക്കെ തന്നെ 40, 42, 50 വയസ്സായിട്ടുള്ള തൊഴിലാളികളാണ്. അവരെ ഇനി വാഹനത്തിൽ കയറ്റി വേറൊരു സ്ഥലത്തേക്ക് ഡിവിഷനിലേക്ക് ജോലിക്ക് കൊണ്ടുപോകുന്നത് പ്രായോഗികമല്ല. ഗവൺമെന്റ് കൃത്യമായിട്ട് ഇതൊരു ഇടപെടൽ ചർച്ച ഉണ്ടായിക്കൊണ്ട് ഇതിന് ഒരു കൃത്യമായ പരിഹാരം ഉണ്ടായിക്കൊണ്ടാണ് ഏറ്റെടുക്കാൻ പുനഃവ്യവസ്ഥ നടക്കണം. പക്ഷേ ഇവിടുത്തെ 112 തൊഴിലാളി കുടുംബങ്ങൾ, 45 അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾക്ക് അവരുടെ ജോലി നഷ്ടപ്പെടാൻ കഴിയില്ല. അവരുടെ ഈ ഡിവിഷനിൽ തന്നെ ജോലി കിട്ടണം, നിലനിർത്തണം. എന്താ വെച്ചാൽ ഇവിടെ ജനിച്ചു വളർന്ന് പാരമ്പര്യമായി ഇവിടെ ജീവിക്കുന്ന ആളുകളാണ് അവർ. അവരുടെ തൊഴിലും അവരുടെ സംവിധാനം കൂടെ നിലനിർത്തണം. അതിന് കൃത്യമായ ഒരു തീരുമാനം ഗവൺമെന്റ് ഭാഗത്തുണ്ടാകണം. കാട്ടാനക്കലിയിൽ സംസ്ഥാനത്ത് ഒരു ജീവൻ കൂടി നഷ്ടമായിരിക്കുന്നു. ഇടുക്കിയിൽ വീണ്ടും കാട്ടാന ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. മറയൂർ ചമ്പക്കാട്ടിൽ വിമലനാണ് കൊല്ലപ്പെട്ടത്. ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ വെച്ച് കാട്ടാന ആക്രമിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു. മറയൂർ ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ വെച്ച് മനുഷ്യജീവന് യാതൊരു വിലയുമില്ലാതാവുകയാണ്. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന മനുഷ്യജീവനുകൾ വെറും അക്കങ്ങൾ മാത്രമായി മാറുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് രാവിലെ 9 മണിയോടെയാണ് വിമലനെ കാട്ടാന ആക്രമിച്ചത്. വനമേഖലയിലേക്ക് തീ പടരാതിരിക്കാൻ ഫയർലൈൻ തെളിയിക്കുന്ന ജോലിക്കായി ഉദ്യോഗസ്ഥർക്കൊപ്പം പോകുമ്പോഴായിരുന്നു സംഭവം. 9 പേരടങ്ങുന്ന സംഘമാണ് വനത്തിനുള്ളിൽ പ്രവേശിച്ചത്. കള്ളിക്കാട് ഭാഗത്ത് വെച്ച് കാട്ടാനയുടെ മുൻപിൽ അകപ്പെടുകയായിരുന്നു. കൂടെയുള്ളവർ ഓടി രക്ഷപ്പെട്ടെങ്കിലും വിമലനെ കാട്ടാന തുമ്പിക്കൈ കൊണ്ട് ചുഴറ്റിയെറിഞ്ഞു. പണിക്ക് ആൾക്കാരുമായിട്ട് പോയത് ആന അവിടെ നിന്ന് പിടിച്ച് ചവിട്ടി കൊന്നത്. പിന്നെ പുള്ളിക്ക് ഒന്നും വയ്യാതെ അങ്ങനെ പോയി. ഇല്ലെങ്കിൽ ഞങ്ങൾ ചെറുതായിട്ടൊന്നാണ് ഞങ്ങൾ ഓർത്തത്. ചെറുതായിട്ട് നോക്കിയപ്പോൾ ഇവിടെ ഒന്ന് നോക്കിയിട്ടല്ലേ കാര്യം അറിയുന്നത്. നെഞ്ചിത്തിട്ടൊന്ന് ചവിട്ടി കാലൊക്കെ ഇങ്ങനെ തിരിച്ചു വെച്ചിരിക്കുന്നത്, അങ്ങനെയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ വിമലനെ മറയൂരിലെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം നാളെ സംസ്കരിക്കും. വീണ്ടും ഒരു 10 ലക്ഷത്തിന്റെ ചെക്ക് എഴുതുന്ന സമയമാണ്. ചിലപ്പോഴത് 5 ലക്ഷത്തിന്റെ 2 എണ്ണമായി കൊടുത്തേക്കാം. അതാണല്ലോ പതിവ്. വിമലന്റെ മരണത്തിൽ പക്ഷേ വനം വകുപ്പിന് പറഞ്ഞു നിൽക്കാൻ ഒരു കാരണമുണ്ട്. കാട്ടാന ആക്രമണമുണ്ടായത് വനത്തിനുള്ളിൽ വെച്ചാണെന്ന്. അപ്പോഴും ഓർക്കേണ്ടത് വിമലനെ വനത്തിനുള്ളിലേക്ക് കൊണ്ടുപോയത് ആരാണ് എന്നാണ്. രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. സംസ്ഥാനത്തെ നെൽകർഷകരുടെ പ്രതിസന്ധി, അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അതൊക്കെ ഇതിനു മുമ്പും പൊതുജനം കഴുതിയല്ല സാർ എന്ന ഈ പരിപാടിയിൽ തന്നെ വാർത്തയായി പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഏകദിന ഉപവാസം സംഘടിപ്പിച്ചിരിക്കുകയാണ് നെൽകർഷകർ. നെല്ലിന്റെ താങ്ങുവില ഉയർത്തുക, വന്യജീവി ആക്രമണത്തിൽ നിന്ന് കർഷകരെ സംരക്ഷിക്കുക ഉൾപ്പെടെയുള്ള കാലങ്ങളായി അവർ ഉയർത്തുന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഈ സമരം. കർഷകരുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് രമേശ് ചെന്നിത്തലയുടെ ഉറപ്പ്. സംസ്ഥാനത്തുടനീളം നിരവധി സമരങ്ങൾ നടത്തിയിട്ടും ഫലമില്ലാതെ വന്നതോടെയാണ് കർഷകർ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തിയത്. പ്രകൃതിയോടും ഇല്ലായ്മകളോടും മാത്രമല്ല സർക്കാരിനോടും പൊരുതേണ്ട അവസ്ഥയാണ് നെൽകർഷകർക്ക്. കൊയ്തു നൽകുന്ന നെല്ലിന് കൃത്യമായി പണം ലഭിക്കുന്നില്ല. നെൽകൃഷി നശിച്ചു പോയാലും ഇതുതന്നെ അവസ്ഥ. ഒപ്പം വന്യജീവികളുടെ ആക്രമണവും കർഷകരെ കുഴക്കുന്നു. നെല്ലിന്റെ താങ്ങുവില 40 രൂപയായി ഉയർത്തുക, ചുമട്ടുകൂലി സപ്ലൈകോ നേരിട്ട് നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർഷകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിച്ചത്. കഴിഞ്ഞ 4 വർഷമായിട്ട് നെൽകർഷകരോട് വളരെ മോശമെന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ആൾക്കാർ ഈ കേരളത്തിൽ ജീവിക്കുന്നു എന്ന് പോലും ചിന്തിക്കാത്ത രീതിയിലുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കുന്ന വില പോലും ഞങ്ങൾക്ക് തരാതെ ആ പൈസ പോലും കുറയ്ക്കുക, അതുപോലെ തന്നെ സംസ്ഥാനം തരേണ്ട പല വിഹിതങ്ങളും ഞങ്ങൾക്ക് തടഞ്ഞു വച്ചിരിക്കുന്നു. ഇതൊക്കെ പാവം പിടിച്ച കർഷകരെ എന്തിനു ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. സർക്കാർ അന്നം തരുന്നവനെ, അന്നം ഊട്ടുന്നവനെ പരിഗണിക്കണം. ഒരല്പമെങ്കിലും കരുണ
ഞങ്ങളോട് കാണിക്കണമെന്നാണ് ഈ തരുണത്തിൽ പറയാനുള്ളത്. കർഷകരുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത രമേശ് ചെന്നിത്തല നിങ്ങളുടെ പ്രത്യേക ആവശ്യം കണക്കിലെടുത്തുകൊണ്ട് ഈ നിയമസഭാ സമ്മേളനത്തിൽ ഞാനിത് ഉന്നയിക്കും എന്ന് അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ പ്രശ്നങ്ങൾ അവതരിപ്പിക്കും. എനിക്കറിയില്ല ബഡ്ജറ്റിൽ നാളെ റിവോൾവിംഗ് ഫണ്ട് പ്രഖ്യാപിക്കുമെന്ന് അറിയില്ല. കാശില്ലാത്ത ഈ സർക്കാർ എന്നാ പ്രഖ്യാപിക്കാൻ? ആലപ്പുഴ കളക്ടറേറ്റിൽ ഉൾപ്പെടെ നടത്തിയ സമരങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ സർക്കാർ നൽകിയ ഉറപ്പ് പാലിച്ചില്ലെന്ന ആക്ഷേപവും കർഷകർക്കുണ്ട്. വരുന്ന ബജറ്റിലെങ്കിലും വേണ്ട പരിഗണന ലഭിച്ചില്ലെങ്കിൽ സമരം കടുപ്പിക്കാനാണ് ഇവരുടെ തീരുമാനം. അന്നം തരുന്നവരാണ്, കർഷകരാണ്. ഇവരിങ്ങനെ സമരത്തിലിറക്കുന്നത് ഒട്ടും ശരിയല്ല. നാളത്തെ ബജറ്റിലെങ്കിലും ഇവർക്കൊരു പരിഗണന നൽകണം. എ വി ജയശങ്കർ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. പത്തനംതിട്ട കോന്നിയിൽ താളം തെറ്റി വിദ്യാവാഹിനി പദ്ധതി. വാഹന സൗകര്യമില്ലാത്തതിനാൽ കഴിഞ്ഞ 4 ദിവസമായി കൊക്കാത്തോട് സർക്കാർ സ്കൂളിലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല. വാഹന കുടിശ്ശിക 7 മാസമായതോടെയാണ് വിദ്യാർത്ഥികളുടെ പഠനം മുടങ്ങിയത്. 24 എക്സ്ക്ലൂസീവ്. സ്കൂളിൽ ഭയങ്കര ദൂരമൊക്കെ ആയിരുന്നു. ഞങ്ങൾക്ക് സ്കൂളിൽ പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. 2-3 ദിവസമായിട്ട് മാമൻ വണ്ടിക്കൂലി കിട്ടാൻ വരുന്നില്ലായിരുന്നു. ഞങ്ങൾക്ക് സ്കൂളിൽ പോയി പഠിക്കാനൊന്നും ആഗ്രഹമുണ്ട്. നടന്നു പോയിട്ടുണ്ടെങ്കിൽ ദൂരമാ, പിന്നെ വന്യമൃഗങ്ങൾ കാരണം ഞങ്ങൾക്ക് നടന്നു പോകാൻ ഭയങ്കര പേടിയാണ്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് തടയാനും വിദ്യാഭ്യാസം ഉറപ്പുവരുത്താനും ട്രൈബൽ വകുപ്പ് തുടങ്ങിയ പദ്ധതിയാണ് വിദ്യാവാഹിനി. വാഹന സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിൽ സ്കൂൾ തന്നെ വാഹനം ഏർപ്പാട് ചെയ്ത് കുട്ടികളെ സ്കൂളിലെത്തിക്കും. സ്കൂൾ ബസ് കടന്നു ചെല്ലാത്ത വഴികളിൽ സ്വകാര്യ വ്യക്തികളുടെ വാഹനം വാടകയ്ക്കെടുക്കും. കരാറടിസ്ഥാനത്തിലാകും ഇത്. കൊക്കാത്തോട് സ്കൂളിലെ 1 ഏക്കർ, കാട്ടാത്തിപ്പാറ, കോട്ടാമ്പാറ എന്നീ ട്രൈബൽ മേഖലകളിൽ സ്വകാര്യ വ്യക്തിയുടെ ജീപ്പാണ് സ്കൂൾ ബസ്സായി ഓടുന്നത്. ദിവസവേതനം 1100 രൂപ. എന്നാൽ കഴിഞ്ഞ 7 മാസമായി ഈ തുക കുടിശ്ശികയായി. ഇതോടെ ഡ്രൈവർ സേവനം നിർത്തി. ഞങ്ങൾ തിരക്കിയപ്പോൾ വണ്ടിക്കൂലി കിട്ടിയില്ല. അതുകൊണ്ട് ഇനി വണ്ടിക്കൂലി കിട്ടിയിട്ടേ വണ്ടി ഓടുന്നുള്ളെന്ന് ആ വണ്ടിയുടെ ഉടയം പറഞ്ഞു. വണ്ടി വരാത്തോണ്ട് ദൂരെ നിന്ന് നടന്നു പോകാൻ വയ്യാത്തോണ്ട് കൊണ്ടുപോകുന്നില്ല. വലിയ മൃഗങ്ങളുടെ ശല്യങ്ങളൊക്കെ ഒരുപാടുള്ളതാണ്. അരിവാപ്പുലം പഞ്ചായത്തിലെ കൊക്കാത്തോട് സർക്കാർ സ്കൂളിലെ 20ഓളം കുട്ടികളാണ് വാഹനമില്ലാത്തതിനാൽ 4 ദിവസമായി സ്കൂളിൽ പോകാത്തത്. സർക്കാരിൽ നിന്ന് ഫണ്ട് കിട്ടുന്നില്ലെന്നാണ് ട്രൈബൽ വകുപ്പിന്റെ വിശദീകരണം. മുൻപും ഇതേ സ്കൂളിൽ ഡീസൽ അടിക്കാൻ പണമില്ലാത്തതിനാൽ സ്കൂൾ ബസ് വഴിയിൽ കിടന്നിട്ടുണ്ട്. 24 പത്തനംതിട്ട. നെൽകർഷകരുടെ സമരവുമായി ബന്ധപ്പെട്ട് അവർക്ക് ഏകദിന സമരം നടത്തേണ്ടി വന്നതിൻ്റെ സാഹചര്യത്തെക്കുറിച്ചൊരു പ്രേക്ഷകൻ കുറിക്കുന്നത് ഈ സാജു കെ ഡാനിയൽ എന്ന പ്രേക്ഷകനാണ്. അന്നം തരുന്ന ആളുകളാണ് അവർ നിരന്തരമായി കാലങ്ങളായി ഉയർത്തുന്ന ആവശ്യമാണ്. അതിനോട് സർക്കാർ മുഖം തിരിഞ്ഞ് നിൽക്കരുത് എന്നുള്ള ആവശ്യം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയാണ്. എബ്രഹാം തോമസ് എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ കർഷകർക്ക് ജീവിക്കണമെങ്കിൽ വന്യജീവികളോട് മാത്രമല്ല സർക്കാരിനോടും പൊരുതേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. ആരിഫ് AP കളത്തൂർ എന്ന് പറയുന്ന പ്രേക്ഷകൻ കുറിക്കുന്നത് കേരളത്തിൽ ദിനംപ്രതി ഈ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടങ്ങൾ, അപകടം അത് പതിവായി മാറുന്ന സാഹചര്യമുണ്ട്. അത് തുടർക്കഥയാവുന്ന സാഹചര്യമുണ്ട്. കേരളത്തിലെ റോഡുകളിൽ ഒരു ജാഗ്രത സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നുള്ള ആവശ്യമാണ്. ഉറപ്പായും വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം തന്നെയാണത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഈ കോഴിക്കോട് അരിയടത്ത് പാലത്ത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നതും ഒരു ജീവൻ നഷ്ടമാവുന്നതും നമ്മൾ കണ്ടു. അതുപോലെ ഈ ഒരു ആംബുലൻസിൻ്റെ യാത്ര വഴിമുടക്കിയ സ്വകാര്യ ബസ്സിൻ്റെ മത്സരയോട്ടം, അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത നമ്മൾ കണ്ടു. പലപ്പോഴും കുട്ടികളൊക്കെയാണ് ഈ അപകടത്തിൽപ്പെടുന്നത് എന്നുള്ളതും വളരെ വേദനാജനകമായ കാര്യമാണ്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തു നിന്നൊക്കെ പരിശോധന ശക്തമാക്കും എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് നോക്കുകയും ചെയ്യാം. പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടിയിലേക്ക് വീണ്ടും. ബംഗളൂരുവിലെ രാമനഗര ദയാനന്ദ സാഗർ കോളേജിലെ നഴ്സിംഗ് വിദ്യാർത്ഥി അനാമികയുടെ ആത്മഹത്യയിൽ മാനേജ്മെന്റ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നു. മലയാളി വിദ്യാർത്ഥിയാണ് അനാമികയുടെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബം നേരത്തെ ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു. അത് പ്രിൻസിപ്പലിനും അസിസ്റ്റന്റ് പ്രൊഫസർക്കുമെതിരെയായിരുന്നു. ഇവരുടെ മാനസിക പീഡനത്തെ തുടർന്നാണ് അനാമിക ആത്മഹത്യ ചെയ്തത് എന്നുള്ളതായിരുന്നു കുടുംബത്തിന്റെ പരാതി. അതിലിപ്പോൾ മാനേജ്മെന്റ് നടപടിയെടുത്തിരിക്കുന്നു. പ്രിൻസിപ്പലിനും അസിസ്റ്റന്റ് പ്രൊഫസർക്കും സസ്പെൻഷൻ എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം.